ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 41 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയിർപ്പിക്കും എന്ന്. പിന്നീട് പറയുന്ന ഈ ഒരു വചനം നമ്മുടെ മനസ്സിന് വലിയൊരു ശക്തിയും പ്രത്യാശയുമൊക്കെ നൽകുന്നതാണ്. 47-ാം വാക്യമാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന വാക്യം. പിന്നീട് കഫർനാമിലെ സിനഗോഗിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ശീർഷകം നിത്യജീവൻ്റെ വചസ്സുകൾ എന്നതാണ്. യേശു സിനഗോഗിൽ വെച്ച് പറഞ്ഞ വചനങ്ങൾ കേട്ട് ശിഷ്യന്മാരിൽ പലരും ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും എന്നൊക്കെ പിറുപിറുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരിക്കുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്ന്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. അപ്പോൾ ഈശോ 12 പേരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. ഇതിനുള്ള മറുപടി പറയുന്നത് ശിമോൻ പത്രോസാണ്. 68-69 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. അതു കഴിഞ്ഞ് യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന്. നമുക്കറിയാം യേശു ആരെക്കുറിച്ചാണിത് പറഞ്ഞത് എന്ന്. 12 പേരിൽ ഒരുവനായ യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്ന ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ കുറേ വചനങ്ങൾ ഒരുപോലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യായവും വാക്യവും ചോദിക്കുന്ന കുറച്ചേറെ ചോദ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ ചെയ്തതെന്ത്? ഉത്തരം, അവനെതിരെ പിറുപിറുത്തു. രണ്ടാമത്തെ ചോദ്യം, അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? അധ്യായം, വാക്യം. ഉത്തരം, യോഹന്നാൻ 6:42. അടുത്ത ചോദ്യം, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, യേശു യഹൂദരോട്. അടുത്ത ചോദ്യം, ആരെ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, എന്നെ അയച്ച പിതാവ്. അടുത്ത ചോദ്യം, യോഹന്നാൻ 6:44 ഉദ്ധരിക്കുക. ഉത്തരം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയിർപ്പിക്കും. അടുത്ത ചോദ്യം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, പ്രവാചക ഗ്രന്ഥങ്ങളിൽ. അടുത്ത ചോദ്യം, ആരൊക്കെയാണ് എൻ്റെ അടുക്കൽ വരുന്നു എന്ന് യേശു പറയുന്നത്? ഉത്തരം, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം. അടുത്ത ചോദ്യം, യോഹന്നാൻ 6:45 എഴുതുക. ഉത്തരം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. അടുത്ത ചോദ്യം, ആരു മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ. അടുത്ത ചോദ്യം പൂരിപ്പിക്കാനുള്ളതാണ്. ഡാഷ് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ഉത്തരം, ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല. അടുത്ത ചോദ്യം, യോഹന്നാൻ
6:47 എഴുതുക. ഉത്തരം: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത ചോദ്യം: ആർക്കാണ് നിത്യജീവനുണ്ട് എന്ന് പറയുന്നത്? ഉത്തരം: വിശ്വസിക്കുന്നവന്. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:48 ഉദ്ധരിക്കുക. ഉത്തരം: ഞാൻ ജീവൻ്റെ അപ്പമാണ്. അടുത്ത ചോദ്യം: മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു. ആര്? ഉത്തരം: നിങ്ങളുടെ പിതാക്കന്മാർ. അടുത്ത ചോദ്യം: ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി ഡാഷ് അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഉത്തരം: സ്വർഗത്തിൽ നിന്നിറങ്ങിയ. അടുത്ത ചോദ്യം തെറ്റിതിരുത്താനുള്ളതാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഉത്തരം ഇതാണ്: സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അടുത്ത ചോദ്യം: ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അധ്യായം, വാക്യം. ഉത്തരം: യോഹന്നാൻ 6:50. അടുത്ത ചോദ്യം: യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അധ്യായം, വാക്യം. യോഹന്നാൻ 6:53. അടുത്ത ചോദ്യം: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അധ്യായം, വാക്യം. യോഹന്നാൻ 6:54. അടുത്ത ചോദ്യം: യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാം വാക്യം എഴുതുക. ഉത്തരം: എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. അടുത്ത ചോദ്യം: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അധ്യായം, വാക്യം എഴുതുക. ഉത്തരം: യോഹന്നാൻ 6:56. അടുത്ത ചോദ്യം വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ഡാഷ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. ഉത്തരം: ജീവിക്കുന്നവനായ പിതാവ്. അടുത്ത ചോദ്യം: ഡാഷ് ഞാൻ മൂലം ജീവിക്കും. ഉത്തരം: എന്നെ ഭക്ഷിക്കുന്നവൻ. അടുത്ത ചോദ്യം വിട്ടുപോയത് കണ്ടെത്താനാണ്. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഉത്തരം ഇതാണ്: ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അടുത്ത ചോദ്യം: ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. എവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? ഉത്തരം: കഫർനാമിലെ സിനഗോഗിൽ. അടുത്ത ചോദ്യം: ജീവൻ്റെ അപ്പം എന്ന ശീർഷകത്തിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: കഫർനാമിൽ. അടുത്ത ചോദ്യം: യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം: നിത്യജീവൻ്റെ വചസ്സുകൾ. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:60 ഇതു കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു എന്ന് പറയുന്നത് എന്ത്? ഉത്തരം: ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അടുത്ത ചോദ്യം: ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം: അവൻ്റെ ശിഷ്യരിൽ പലരും. അടുത്ത ചോദ്യം: ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ എന്ന് ചോദിച്ചതാര്? ആരോട്? ഉത്തരം: ഈശോ ശിഷ്യന്മാരോട്. അടുത്ത ചോദ്യം: എന്ത് മനസ്സിലാക്കിയാണ് യേശു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചത്? ഉത്തരം: തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യം: തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു ശിഷ്യന്മാരോട് ചോദിച്ചതെന്ത്? ഉത്തരം: ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അടുത്ത ചോദ്യം: അങ്ങനെയെങ്കിൽ
ആര് ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഉത്തരം മനുഷ്യപുത്രൻ. അടുത്ത ചോദ്യം, അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ എവിടേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഉത്തരം ആദ്യം ആയിരുന്നിടത്തേക്ക്. അടുത്ത ചോദ്യം, അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് എന്തു ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഉത്തരം ആരോഹണം ചെയ്യുന്നത്. അടുത്ത ചോദ്യം പൂരിപ്പിക്കാനാണ്. ഡാഷ് ആണ് ജീവൻ നൽകുന്നത്. ഉത്തരം ആത്മാവ്. അടുത്ത ചോദ്യം, ഡാഷ് ഒന്നിനും ഉപകരിക്കുന്നില്ല. ഉത്തരം ശരീരം. അടുത്ത ചോദ്യം, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഡാഷും ഡാഷും ആണ്. ഉത്തരം ആത്മാവും ജീവനും. അടുത്ത ചോദ്യം, യോഹന്നാൻ 6:63 ഉദ്ധരിക്കുക. ഉത്തരം ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അടുത്ത ചോദ്യം, എന്നാൽ എങ്ങനെയുള്ളവരായി നിങ്ങളിൽ ചിലരുണ്ട് എന്നാണ് യേശു പറയുന്നത്. ഉത്തരം വിശ്വസിക്കാത്തവരായി. അടുത്ത ചോദ്യം തെറ്റ് തിരുത്താനുള്ളതാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് എന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. ശരിയായ ഉത്തരം ഇതാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അടുത്ത ചോദ്യം, അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഡാഷ് ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉത്തരം പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ. അടുത്ത ചോദ്യം തെറ്റിദ്ധരുത്താനുള്ളതാണ്. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഉത്തരം ഇതാണ്. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അടുത്ത ചോദ്യം, ഇതിനുശേഷം ആരാണ് അവനെ വിട്ടുപോയത്? ഉത്തരം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ. അടുത്ത ചോദ്യം, യോഹന്നാൻ 6:66 അനുസരിച്ച് അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? ഉത്തരം അവനെ വിട്ടുപോയി. അടുത്ത ചോദ്യം, ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ എന്തു ചെയ്തില്ല എന്നാണ് പറയുന്നത്? ഉത്തരം പിന്നീടൊരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. അടുത്ത ചോദ്യം, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഉത്തരം 12 പേരോടുമായി. അടുത്ത ചോദ്യം, യോഹന്നാൻ 6:67 അനുസരിച്ച് യേശു 12 പേരോടുമായി ചോദിച്ചതെന്ത്? ഉത്തരം നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അടുത്ത ചോദ്യം, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ശിമയോൻ പത്രോസ്. അടുത്ത ചോദ്യം, യേശു 12 പേരോടുമായി നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതാര്? ഉത്തരം ശിമയോൻ പത്രോസ്. അടുത്ത ചോദ്യം, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും എന്ന് ശിമയോൻ പത്രോസ് മറുപടി പറയാൻ കാരണമെന്ത്? ഉത്തരം നിത്യജീവൻ്റെ വചനങ്ങൾ യേശുവിൻ്റെ പക്കലുള്ളതുകൊണ്ട്. അടുത്ത ചോദ്യം, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ശിമയോൻ പത്രോസ്. അടുത്ത ചോദ്യം, നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അടുത്ത ചോദ്യം, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ ഡാഷ് ഡാഷ് ചെയ്തിരിക്കുന്നു, വിശ്വസിക്കുകയും അറിയുകയും. അടുത്ത ചോദ്യം, യോഹന്നാൻ 6:70 യേശു ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന്. അടുത്ത ചോദ്യം, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ ആരെന്നാണ് യേശു പറയുന്നത്? ഉത്തരം പിശാചാണ് എന്ന്. അടുത്ത ചോദ്യം, യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ആരെക്കുറിച്ചാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ച്. അടുത്ത ചോദ്യം: ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്? ഉത്തരം: 12 പേരിൽ ഒരുവനായ ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസ്. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:35 സമാനമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ തന്നെ ഭാഗം. യോഹന്നാൻ 6:48 മുതൽ 50 വരെ. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:42 സമാനമായ ലൂക്കാ സുവിശേഷത്തിലെ ഭാഗം. ലൂക്കാ 4:22. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:45 സമാനമായ പഴയ നിയമഭാഗം. ഉത്തരം: ഏശയ്യ 54:13. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:45 സമാനമായ പുതിയ നിയമഭാഗങ്ങൾ. ഉത്തരം: 1 തെസ്സലോനിക്ക 4:9, 1 യോഹന്നാൻ 2:27. അടുത്ത ചോദ്യം: യോഹന്നാൻ 6:61 സമാനമായ മറ്റ് സുവിശേഷ ഭാഗങ്ങൾ. ഉത്തരം: മത്തായി 11:6, മത്തായി 6:68 മുതൽ 69 വരെ, മാർക്കോസ് 8:27 മുതൽ 30 വരെ. ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക. നല്ലവണ്ണം പരീക്ഷ എഴുതി ഉന്നത വിജയം കരസ്ഥമാക്കുക. എല്ലാവർക്കും നന്ദി.